നമ്മൾ ക്വാണ്ടം മെക്കാനിസത്തിൻ്റെ 1925 ആരംഭിച്ച് 2025 ആയപ്പം അതിൻ്റെ 100 ഇയേഴ്സ് നമ്മൾ ആഘോഷിക്കുകയായിരുന്നു. അപ്പം 100 ഇയേഴ്സ് നമ്മൾ ആഘോഷിച്ചപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത് മാക്സ് പ്ലാങ്ക് കണ്ടുപിടിച്ച മാക്സ് പ്ലാങ്ക് ക്വാണ്ട അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് വേവ് പോലെ വരുന്നുണ്ടെങ്കിലും അത് പാക്കറ്റായിട്ടാണ് ഒഴുകുന്നത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്വാണ്ട അല്ലെങ്കിൽ വിട്ട് ഒരു ഡോട്ടിട്ട് നമ്മൾ കാര്യങ്ങൾ വരയ്ക്കുന്ന പോലെയാണ്. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടല്ല, ഡോട്ട് ലൈനായിട്ടാണ് സംഭവം ഒഴുകുന്നത് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആദ്യമായിട്ട് ആരംഭിച്ചിട്ട് അതിനുശേഷം പിന്നീട് ഇതിലേക്ക് ഒരു ചുവടുവെപ്പ് അല്ലെങ്കിൽ ഒരു കാൽവെപ്പ് നിർണായകമായ രീതിയിൽ നടത്തിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹൈസൻബർഗാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫോമിലേക്ക് ഈ ഐഡിയോളജീനെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഔദ്യോഗികമായ പിറവി എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അപ്പം എന്താണ് മാക്സ് പ്ലാങ്ക് ഹൈസൻബർഗ്, അദ്ദേഹത്തിൻ്റെ ഈ തിയറിയുടെ പ്രത്യേകത എന്താണ്? ഹൈസൻബർഗിൻ്റെ തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. അതായത് നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അത് ദഹിക്കത്തില്ല. കാരണം അത് നമ്മുടെ ദഹിക്കാൻ പറ്റുന്നൊരു രീതിയിലല്ലത്. അതായത് നമ്മളൊരു കാര്യം കാണുക, നമ്മൾ എല്ലാത്തിൻ്റെയും സ്പീഡ് നമുക്കറിയണമെങ്കിൽ 2 കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഒന്ന്, ആ പദാർത്ഥത്തിൻ്റെ പൊസിഷൻ, എവിടെയാണത് നിൽക്കുന്നത്. 2, അതിൻ്റെ സ്പീഡ്, അതിനെ സഞ്ചരിക്കുന്ന വേഗത. അതായത് പൊസിഷൻ അല്ലെങ്കിൽ വെലോസിറ്റി, അത് എവിടെയാണെന്നും അത് സഞ്ചരിക്കുമ്പം അതിനെന്തോരം സ്പീഡുണ്ടെന്നും ആ സ്പീഡും സഞ്ചരിക്കുന്ന അതിൻ്റെ പൊസിഷനും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു കാര്യത്തെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിനു മുമ്പ് നമ്മൾ നെയിൽ ബോറിൻ്റെ ഇതിന് ചുറ്റും ഇലക്ട്രോണുകൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റൽ മാതൃകയിൽ ഇങ്ങനെ കൃത്യമായ അളവിൽ ഇങ്ങനെ ചുറ്റി നടക്കുകയെന്നുള്ള കാഴ്ചപ്പാടൊക്കെ ആയിരുന്നു. പക്ഷേ ഹൈസൻബർഗാണ് അതിനൊരു മാറ്റം വരുത്തിയത്. മാറ്റം വരുത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സംഭവം എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. ഇനി നമുക്കൊരു കഥ പോലെ പറയാം. ഒരു കഥ പറഞ്ഞാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഹൈസൻബർഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു മുതലാളി ഉണ്ടാണെന്ന് വെച്ചു. അപ്പം അദ്ദേഹത്തിന് തെങ്ങിൻ്റെ കൃഷിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു തോട്ടം വാങ്ങിച്ചു, 1 ഏക്കർ അല്ലെങ്കിൽ ഒരു 10 ഏക്കർ തോട്ടം വാങ്ങിച്ചു. ഈ തോട്ടം മുഴുവൻ പുള്ളി തെങ്ങും കൃഷി അങ്ങ് തെങ്ങ് നട്ടേക്കുക. പക്ഷേ ഒരു തെങ്ങ് പുള്ളി നോക്കുമ്പം പതിയെ ഉണങ്ങിക്കരിഞ്ഞ് അതിൻ്റെ മണ്ടയെല്ലാം പോയി. പുള്ളി ആ തെങ്ങിന് ഒരു പേരിട്ടു, ഇലക്ട്രോൺ. ആ തെങ്ങിൻ്റെ പേരാണ് ഇലക്ട്രോൺ. അപ്പോൾ പുള്ളി ഒരു ദിവസം ആരോ പുള്ളിയോട് പറഞ്ഞു, അല്ലെങ്കിൽ പുള്ളിക്കൊരു തോന്നലുണ്ടായി, പുള്ളിയുടെ ഈ ഇലക്ട്രോൺ എന്ന് പറയുന്ന തെങ്ങ് സഞ്ചരിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അതായത് അത് നടന്നു പോകുന്നു. അപ്പം ആർക്കും ആ ലോജിക്ക് മനസ്സിലായില്ല, എന്നെ ഈ പുള്ളി പറയണേ. അപ്പോൾ പുള്ളിക്കും ഭയങ്കര തോന്നലങ്ങനെ. പുള്ളി ഒരു ദിവസം രാത്രി ലൈറ്റ് ഇട്ടു. രാത്രി തെങ്ങുതോട്ടം മുഴുവൻ അടിച്ച് കാണുന്ന രീതിയിലൊരു ലൈറ്റ് അങ്ങിട്ടു. അപ്പോൾ ലൈറ്റ് അങ്ങിട്ട് നോക്കിയപ്പോൾ പുള്ളിയുടെ മണ്ട പോയ ഇലക്ട്രോൺ എന്ന് പറയുന്ന തെങ്ങ് അവിടെ നിൽപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. പുള്ളി ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തിട്ട് പിന്നെയും പുള്ളി ഓൺ ചെയ്തപ്പം വേണ്ടറാ, ഈ ഇലക്ട്രോൺ നേരത്തെ നിന്നെടുത്തല്ല, അത് വേറെ സ്ഥലത്തേക്ക് മാറിയേക്കുക. പുള്ളിക്ക് കൗതുകമായി, എടാ ഇത് മുന്നോട്ടും ഇങ്ങനെ നീങ്ങുന്നുണ്ടോ? പുള്ളി വീണ്ടും ലൈറ്റ് ഓഫ് ചെയ്തു, പിന്നെയും ഓൺ ചെയ്തപ്പം അത് കാണുന്നത് വേറെ സ്ഥലത്ത്. അപ്പം പുള്ളി പിന്നെയും അടിച്ചു നോക്കി, കാണുന്നതെല്ലാം വേറെ സ്ഥലത്ത്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഈ ലൈറ്റ് ഇടുമ്പോഴും ലൈറ്റ് ഓഫാക്കുമ്പോഴും ഈ സാധനം മാറണുണ്ട്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി വലിയ ലൈറ്റ് അടിച്ചാൽ പുള്ളിക്കതിൻ്റെ മൂവ്മെൻറ്റ് പിടികിട്ടത്തില്ല, എങ്ങനെയാണ് പോകണമെന്ന് മനസ്സിലായില്ല. പുള്ളി ഒരു കാര്യം ചെയ്ത്, ലൈറ്റ് അടിക്കുമ്പോഴാണല്ലോ ഈ സാധനം പോണത് കാണുന്നത്. പുള്ളി ഒരു കാര്യം ചെയ്തു, പുള്ളി ഒരു ചെറിയ വെട്ടം എടുത്ത് പുള്ളി ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി. അപ്പം ചെറിയ വെട്ടം പുള്ളി നോക്കുമ്പം വേണ്ട, ഇത് പതിയെ നടന്ന് പോകാൻ ഇതിന് കഴിവുണ്ട്. പുള്ളി അങ്ങ് ഞെട്ടിപ്പോയി. കാരണം പുള്ളി ആദ്യമായിട്ട് പറയുക, ഈ സാധനത്തിന് ചെറിയ വെട്ടത്തിൽ നോക്കുമ്പം ഇത് വളഞ്ഞ് നടന്നു പോവുക. വലിയ വെട്ടത്തിൽ നോക്കുമ്പം ഇതിൻ്റെ പൊസിഷൻ പല സ്ഥലത്താണ് കാണുന്നത്. അപ്പം പുള്ളിക്ക് മനസ്സിലായി
എല്ലാ സംഭവവും ഇങ്ങനെയാണ്, എല്ലാ തെങ്ങും ഇങ്ങനെയാണ് കാണിക്കണേ. അപ്പോൾ പുള്ളി നോക്കുമ്പം ഈ മണ്ട പോയ ഇലക്ട്രോണിന് വേറുള്ള എല്ലാ സംഭവവും കാണിക്കണത്, ഏത് സാധനത്തിൻ്റെ എടുത്താലും ഈ മണ്ട പോയ ഇലക്ട്രോണിന് പേരിട്ട സംഭവം എല്ലാം കാണിക്കണത് ഇങ്ങനെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇതിനെ നമ്മളൊന്നും കൂടി ചുരുക്കി കഴിഞ്ഞാൽ, ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ടോർച്ചടിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ നോക്കുന്ന ഫോട്ടോൺ എന്ന് പറയുന്ന വേവാണ് അയക്കുന്നത്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ഫോട്ടോൺ അയച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതതിൻ്റെ പൊസിഷൻ മാത്രം നമുക്കറിയാൻ പറ്റും. കാരണം ആ ലൈറ്റ് അടിക്കുമ്പം അത് അവിടെ ചെന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ പൊട്ടുമ്പം അതിലുണ്ടായിരുന്ന ഇലക്ട്രോണിനെ അടിച്ച് തെറിപ്പിക്കും. അപ്പോൾ ഇലക്ട്രോൺ തെറിക്കുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും എവിടെയായിരുന്നു ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എന്ന്. കാരണം അവിടെ ഒരു ബ്ലാസ്റ്റിംഗ് ഉണ്ടാവും. എന്നാൽ ഈ ഹൈ കോൺസെൻട്രേറ്റഡ് സാധനം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊട്ടിത്തെറിച്ച് പിന്നെ അതിൻ്റെ പൊസിഷനൊന്നും കാണാൻ, മോമെൻറ്റ് കാണാൻ പറ്റത്തില്ല, അതിൻ്റെ മൂവിങ് വെലോസിറ്റി മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ചെറിയ വേവ് ലെന്ത് വിടും, കാരണം പൊട്ടിത്തെറിക്കട്ടെ. അപ്പോൾ ചെറിയ വേവ് ലെന്ത് വിട്ട് നോക്കുമ്പോൾ ഇത് പല സമയത്തും പല ഭാഗത്തായിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ പല ഭാഗത്തായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം പുതിയൊരു ടീം എത്തി. അപ്പം ഐസൻബർഗ് ഇത് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാം പറയണത് അവന് വട്ടാനാണ്, അല്ലെങ്കിൽ അവൻ മണ്ടനാണ്. ആ ലോകത്തിലെ ഏറ്റവും വലിയ വിവരമുള്ള മനുഷ്യനാണെന്ന് എല്ലാവരും കണ്ട പുള്ളിക്ക് എന്തോ മാനസിക പ്രശ്നമായി പോയി എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി അടുത്ത ഒരു ആൾ വന്നു, ഷോളിഞ്ചിയർ. ഓസ്ട്രിയയിൽ നിന്ന് വന്ന ഒരു ടീമാണ്, ഒരു പുതിയ മുതലാളി. പുള്ളി വന്ന് നോക്കുമ്പം ഈ ഐസൻബർഗ് ഇങ്ങനെ ഇതൊക്കെ പുള്ളിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് വെക്കും. അപ്പോൾ പുള്ളിക്ക് ഇത് മനസ്സിലാകുന്ന, പുള്ളി ഇത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പുള്ളി കുറച്ച് ഈ തെങ്ങും തോട്ടത്തിലേക്ക് കുറച്ച് കുമ്മായപ്പൊടിയും കുത്തും എല്ലാം കൂടി അങ്ങ് വാരി അങ്ങ് ഇറങ്ങി. അപ്പം മനസ്സിലാവുമല്ലോ ഇതിൻ്റെ പാത്ത് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് പോകണമെന്ന്. പുള്ളി ഇത് മുഴുവൻ അങ്ങ് നോക്കിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ഇത് ഒരു വർഷം മുഴുവൻ നിന്ന് ഈ കുമ്മായ എന്നും രാവിലെ വന്നിടും, പരീക്ഷിക്കും. രാത്രിയാവുമ്പം ഈ കുമ്മായ എവിടെ ഇതിലമ്പഴി എല്ലാം പോയി എന്ന് പുള്ളി ഇങ്ങനെ നോക്കും. അങ്ങനെ പുള്ളി ഒരു വർഷം എടുത്ത് ഈ കുമ്മായം ഇട്ട് രാവിലെ വരും, എടുത്ത് നോക്കും, രാത്രി കുമ്മായ ഇടും. ഇങ്ങനെ ചെയ്ത് പുള്ളിക്കൊരു കാര്യം മനസ്സിലായി. ഇത് ഇന്ന് ഈ വീട്ടിലാണെങ്കിൽ, ഇന്ന് ഈ തെങ്ങിൻ്റെ ഇടയിലാണെങ്കിൽ നാളെ അത് വേറെ തെങ്ങിൻ്റെ. പക്ഷേ ഇത് മുഴുവൻ പുള്ളി ഒരു വർഷം നിന്ന് പഠിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് എല്ലായിടത്തും ചെല്ലുന്നില്ല, എല്ലായിടത്തും കൂടി ഈ സംഭവം ഇങ്ങനെ നീങ്ങി പോകണില്ല. ഇതിനൊരു ഫിക്സ്ഡ് പാറ്റേൺ ഉണ്ട്. അപ്പോൾ ചില സമയത്ത് ഇത് ഒരു ഫിക്സ്ഡ് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഫിക്സ്ഡ് പാറ്റേൺ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന് കാണുന്ന എവിടെയെല്ലാം ഇലക്ട്രോണുകൾ കാണാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു മെക്കാനിസം, പ്രോബബിലിറ്റി. അതായത് ഏറ്റവും കൂടുതൽ ഈ ഇലക്ട്രോണുകൾ എവിടെയൊക്കെ കാണാൻ സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച് പുള്ളി ഒരു മാർക്കിംഗ് അങ്ങ് നടത്തി. അതാണ് വേവ് ഫങ്ഷൻ. അതായത് പുള്ളിയുടെ ഈ മാർക്കിംഗ് ആണ് പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്നത്. കാരണം എവിടെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം നല്ല കൃത്യമായിട്ട് വരച്ച് അതിനെ കൃത്യമായ ഡോട്ടിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നെയിൽ ബോറിൻ്റെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഈ ആറ്റോമിക് സംഭവമല്ല യഥാർത്ഥ ആറ്റം. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം സയൻറ്റിഫിക്കലി പ്രൂവ്ഡായ ലോകം പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തി ക്വാണ്ടം മെക്കാനിസത്തിലേക്ക് മനുഷ്യനെ കയറ്റിവിടുന്ന യഥാർത്ഥ ആറ്റവും അതിൻ്റെ ഇലക്ട്രോൺസും നെയിൽ ബോറിൻ്റെ ആറ്റവും ഇലക്ട്രോൺ ഇതൊന്നും അല്ല. അത് ഹൈസൻബർഗ് പറഞ്ഞ ഷ്രോഡിഞ്ചർ ഇക്വേഷനിലൂടെ അദ്ദേഹം തെളിയിച്ച വേവ് പ്രോബബിലിറ്റി തിയറി അനുസരിച്ചുള്ള ആറ്റമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷ്രോഡിഞ്ചറിൻ്റെ ആറ്റം എന്താണെന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതാണ് റിയൽ ആറ്റം. ആറ്റത്തിന് ചുറ്റും നടക്കുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചറിൻ്റെ രീതിയിലുള്ളതാണ്. ഇതാണ് ഈ പ്രോബബിലിറ്റി തിയറി ഓഫ് ഷ്രോഡിഞ്ചർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഫണ്ടമെൻ്റലാണ്. ഈ രണ്ട് തിയറിയുമാണ്. ഇത് രണ്ടുപേരും പ്രൂവ് ചെയ്തത് ഒരു കാര്യത്തിൻ്റെ രണ്ട് വശമാണ്. അതായത് പ്രകാശത്തെ നമുക്ക് ഇലക്ട്രോണുകളെയും ഈ കാര്യങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റത്തില്ല. അതിനെയാണ് ഐസൻബർഗ് എന്തൊക്കെ കാണാൻ പറ്റുന്നത്, നമുക്ക് സ്പെക്ട്രം കാണാം. കാരണം ഇതിന് തീ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആറ്റവും പല ഘടകങ്ങളായിട്ട് പല കളറിൽ ഇങ്ങനെ പുറത്തേക്ക് വരും. അത് നമുക്ക് കാണാം. അപ്പം അതിനെ വെച്ച് അദ്ദേഹം ഒരു തിയറി ഉണ്ടാക്കി. അതാണ് മെട്രിക്സ്. അതിനെ പല രീതിയിൽ അതിനൊരു സൂത്രവാക്യമൊക്കെ ഉണ്ട്. എ ഇൻറ്റു ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു എ. അതായത് നമ്മൾ സാധാരണ
3ഉം 2ഉം കൂടിയിട്ട് ഗുണിച്ചാലും 2ഉം 3ഉം ഇട്ട് ഗുണിച്ചാലും ഒരേ ഉത്തരം ആണല്ലോ. പക്ഷേ മെട്രിക്സ് കാൽക്കുലേഷനിൽ അങ്ങനെയല്ല. എ ഇൻറ്റു ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു എ ആണ്. അപ്പം എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആണ് ഈ മെട്രിക്സ് കാൽക്കുലേഷനിലെ ഒരു പ്രത്യേകത. കാരണം അത് അദ്ദേഹം ഇതിനെ ഈ സ്പെക്ട്രവും കുറേ നമ്പറുകളും ഇതിൽ നിന്ന് അദ്ദേഹം കൊടുത്ത കുറേ അളവുപോലും ഒക്കെ വെച്ച് അദ്ദേഹം കാണാൻ പറ്റുന്ന ഈ സ്പെക്ട്രം, അല്ലെങ്കിൽ ഈ മഴവില്ലിലൂടെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഈ ലൈറ്റുകളുടെ ഘടനയനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയതാണ്. പക്ഷേ ഷ്രോഡിംഗർ എന്താ ചെയ്തത്, ഇതിൻ്റെ ഉള്ളിലുള്ള വേവുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, വേവ് ലെന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് അദ്ദേഹം അത് ചെയ്യുമ്പോഴാണ് ഈ സ്പെക്ട്രം ഉണ്ടാകുന്നതെന്നുള്ള കാഴ്ചപ്പാട്. രണ്ട് പേരും ഒരു കാര്യത്തിൻ്റെ ഒന്ന് ഹൈസൻബർഗ് കാണാൻ പറ്റുന്ന രൂപത്തിൽ നിന്ന് അതിൻ്റെ ഉള്ളറകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഷ്രോഡിംഗർ ഉള്ളറകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് കാണാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്തു. ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഒരു കാര്യത്തിൻ്റെ രണ്ട് വശങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു കാര്യത്തിൽ എത്തിച്ചേർന്ന തിയറിയാണ് ഈ അൺസർട്ടനിറ്റിയും ഈ പ്രൊബബിലിറ്റിയുമായ തിയറികൾ എന്ന് പറയുന്നത്. അതായത് അൺസർട്ടനിറ്റിയും അല്ലെങ്കിൽ പ്രൊബബിലിറ്റി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ്. കാരണം എല്ലാ ആറ്റത്തിൻ്റെയും രൂപമാണ്, എല്ലാ ആറ്റവും ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് റിയൽ സയൻസ് എന്ന് പറയുന്നത്.